നമസ്കാരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ 62 ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ വിഷുവിനോട് അനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അക്കൗണ്ടുകളിലേക്ക് 1600 രൂപ വീതം ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം മാറിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 1600 രൂപ അക്കൗണ്ടുകളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിത്തുടങ്ങും. നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി നമ്മളുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇന്ന് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൃത്യമായി നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഈ ഒരു തുക 1600 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ കൃത്യമായി മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു മാസത്തെ പെൻഷൻ തുക എത്തുന്നതായിരിക്കും. ഇനിയും മസ്റ്ററിംഗ് ചെയ്യുവാൻ ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ 20-ാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഇനിയും വീടുകളിൽ പെൻഷൻ ഡയറക്റ്റ് നമ്മളുടെ കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുവാനുള്ള പെൻഷൻ തുക ഇപ്പോൾ സഹകരണ ബാങ്കുകളിലേക്ക് കൈമാറിയതായാണ് അറിയുവാൻ കഴിയുന്നത്. ഈ ഒരു തുക അവിടെ നിന്ന് നമ്മളുടെ ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിലേക്കാണ് എത്തിച്ചു തരുന്നത്. ഇത്തരത്തിൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണവും ഈ ആഴ്ച തന്നെ നടത്തുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ കഴിയും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് അതാത് രേഖകൾ, അതായത് വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഏൽപ്പിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ഈ ഒരു രേഖകളൊക്കെ സമർപ്പിക്കുവാനുള്ള അവസരമാണ്. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്